ഓക്കെ, നമുക്ക് ഓസിലേറ്ററിൻ്റെ പാർട്ട് 2 നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് among the following parameters act as an initiator for the operation of an oscillator in the absence of input signal? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്താണ് ഓസിലേറ്ററിൽ ഇനീഷ്യേറ്റർ എന്താണ്, ആബ്സെൻസ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. എന്തായിരുന്നു നമ്മുടെ നോയ്സ് വോൾട്ടേജ് ആണെന്ന് നമുക്കവിടെ സ്റ്റാർട്ടിങ്ങിൽ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, മൾട്ടി വൈബ്രേറ്റർ ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് മൾട്ടി വൈബ്രേറ്റർ. എന്താണ് നമ്മൾ പറയുന്നത്, എന്താണ് സ്ക്വയർ വേവ് ഓസിലേറ്റേഴ്സ് ആണ് നമ്മുടെ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ ഓഫ് നമുക്കിതിൽ ഒരു വേറെ സെക്ഷൻ ആയിട്ട് നോക്കാം. സിനുസോയിഡിലും നോൺ സിനുസോയിഡിലും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെ വരുന്നു അതിൽ വരുന്നത്, നോൺ സിനുസോയിഡിൽ വരുന്നതാണ് എന്തൊക്കെ, മൾട്ടി വൈബ്രേറ്റർ, ക്ലോക്ക് ജനറേറ്റർ, ഷ്മിറ്റ് ട്രിഗർ, പൾസ് ജനറേറ്റർ. ഓക്കെ, ഇത്രയും വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അടുത്ത നമുക്ക് സിനുസോയിഡിൽ എന്ന് വെച്ചാൽ സൈൻ വേവ് ഉണ്ടാക്കുന്നതായിരിക്കും ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, വീൻ ബ്രിഡ്ജ്, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, ഇത്രയും കാണണം അതിൻ്റെ ഇത് വരുന്നു. ഓക്കെ, വിച്ച് among the following does not belongs to the category of LC oscillator? LC oscillator അല്ലാത്ത ഏതെന്ന് ചോദിക്കാം. നമുക്കറിയാം ഹാർട്ട്ലി ഓസിലേറ്റർ എന്താണ്, LC ഓസിലേറ്റർ ആണ്. കോൾപിറ്റ്സ് LC ആണ്. ക്ലാപ്പ് LC ആണ്. പിന്നെ നമുക്ക് നോക്കാം വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. എന്താണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ? എന്താണ് RC ഓസിലേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ ഇവിടെ എന്താ നമുക്ക് നോക്കാം, എക്സാമ്പിൾ ഫോർ RC ഓസിലേറ്റർ ഏതൊക്കെയാണ്, വീൻ ബ്രിഡ്ജും ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, what is an angle of phase shift for each designed RC network in the phase shift oscillator? നമുക്കറിയാം എന്താണ്, 3 RC നെറ്റ്വർക്ക് ഉണ്ട്, ഓരോന്നും 60 വെച്ചുണ്ടാക്കും. ടോട്ടൽ നമുക്കവിടെ 180. ഓക്കെ, അപ്പോൾ നമുക്കവിടെ 60 ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, which among the following components are not involved in the feedback network configuration of LC oscillator? ഓക്കെ, അപ്പോൾ നമുക്കറിയാം LC ഓസിലേറ്ററിൽ എന്ത് വരുന്നില്ല, റെസിസ്റ്റർ ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കവിടെ വിച്ച് among the following component is not involved in the feedback network of LC oscillator? ഓക്കെ, ആ റെസിസ്റ്റർ അവിടെ വരുന്നത് അത് നമ്മുടെ RCയിൽ വരുന്നതാണ്. ഓക്കെ, റെസിസ്റ്റർ ഈസ് ഇൻവോൾവ് ഇൻ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഓഫ് RC ഓസിലേറ്ററിലാണ് എന്ത് വരുന്നത്, റെസിസ്റ്റർ വരുന്നത്. LCയിൽ കപ്പാസിറ്റർ ഇൻഡക്ടർ മാത്രമേ വരുന്നുള്ളൂ. Which among the following oscillators are specifically preferred at high frequency? നമുക്കറിയാം എന്താണ്, നമ്മുടെ ഹൈ ഫ്രീക്വൻസിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, LC ഓസിലേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൈ ഫ്രീക്വൻസിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ LC ഓസിലേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ ലോ ഫ്രീക്വൻസിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് RC ഓസിലേറ്റർ. ഓക്കെ, RC ഓസിലേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലോ ഫ്രീക്വൻസി. ഓക്കെ, നമ്മുടെ ഏകദേശം ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് വരെ എത്രയാണ്, 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ളത്. ഓക്കെ, quartz crystal is most commonly used in crystal oscillators because എന്താണ്, ഇറ്റ് ഹാസ് എ സുപ്പീരിയർ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിന് സുപ്പീരിയർ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിന് അല്ലെങ്കിൽ എന്ന് പറയും ഇറ്റ് ഹാസ് എ ഹൈ ക്യൂ വാല്യൂ. ഓക്കെ, നമ്മളതിനെ അങ്ങനെയും പറയും, ഹൈ സുപ്പീരിയർ ഇലക്ട്രിക്കൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഹൈ ക്യൂ വാല്യൂ. ദ സിഗ്നൽ ജനറേറ്റർ ജനറലി യൂസ്ഡ് ഇൻ ദ ലബോറട്ടറീസ് ഈസ്. നമ്മൾ നോക്കാം, ഇവിടെ ലബോറട്ടറികളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, പിന്നെ എന്താണ് വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വരുന്നുണ്ട്, വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. പിന്നെ എന്താണ് അതിൻ്റെ നോക്കുക, എത്ര 10 ഹെഡ്സ് മുതൽ 1 മെഗാ ഹെഡ്സ് വരെ ലോ ഡിസ്റ്റോർഷൻ. പിന്നെ എന്താണ് ഈസ് ഓഫ് ട്യൂൺ, നമുക്കൊന്ന് ഈസി ആയിട്ട് നമുക്ക് അതിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുമ്പോൾ എന്തൊക്കെയാണ്, ലാർജ് കമ്പോണൻസ് ആർ നീഡ്. എന്താണ് ലാർജ് കമ്പോണൻസ് നമുക്ക് അവിടെ ആവശ്യമാണ്. പിന്നെ എന്താണ് ഹൈ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ലബോറട്ടറികൾ ഉപയോഗിക്കാൻ ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ലബോറട്ടറികൾ ഉപയോഗിക്കുന്നു. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഇൻ ദ ഓസിലേറ്റർ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, സീരീസ് ഫെഡ് കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഷണ്ട് ഫെഡ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. അപ്പോൾ നമുക്കിവിടെ വരുന്നത് ഷണ്ട് ഫെഡ് കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ് ഇതിൽ കാണുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ എന്താണ് കപ്പാസിറ്ററിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്തുക്കണം. ഇനി നമുക്കിവിടെ ഇത് കപ്പാസിറ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇത് കോൾപിറ്റ്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ സീരീസ് ആണോ ഷണ്ടാണോ നമുക്ക് അറിയാൻ
ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം സീരീസ് എന്ന് പറയുമ്പോൾ അതിലെന്താ വരുന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഡി സി സപ്ലൈ നമ്മൾ എവിടേക്കായിരിക്കും മിഡിൽ ഓഫ് എ സ്പ്ലിറ്റ് കപ്പാസിറ്റർ. നമ്മൾ ഡി സി സപ്ലൈ നമ്മൾ കൊടുക്കുന്നവിടേക്കും നമ്മൾ ഈ പോയിന്റിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഡി സി സപ്ലൈ കൊടുക്കുക. നമ്മൾ ഇവിടെ നമ്മൾ എവിടെ കൊടുക്കണം ഡി സി സപ്ലൈ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ അത് ഷണ്ട് കോൾപിറ്റ്സ് ഓസിലേറ്ററാണ്. നേരെ മറിച്ച് നമ്മുടെ കപ്പാസിറ്റേഴ്സിൻ്റെ ഇടയ്ക്കാണ് ഡി സി സപ്ലൈ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സീരീസ് കോൾപിറ്റ്സ് ഓസിലേറ്റർ ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ നാച്ചുറൽ ഷേപ്പ് ഓഫ് എ ക്വാർട്സ്? ഓക്കെ, അത് പറയുകയാണെങ്കിൽ എന്താ ഹെക്സഗണൽ. അത് പറയുകയാണെങ്കിൽ നമ്മുടെ ക്വാർട്സിൻ്റെ ഷേപ്പ് വരുന്നതാണ് നമ്മുടെ ഹെക്സഗണൽ പ്രിസം വിത്ത് പിരമിഡൽ എൻഡ്. ഏകദേശം ഈ ഷേപ്പാണ് അവിടെ വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ റെസണൻറ്റ് ഫ്രീക്വൻസി റേഞ്ച് ഓഫ് എ ക്രിസ്റ്റൽ? അത് വരുന്നതാണ് 0.5 മുതൽ 30 MHz വരെയാണ് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ റെസണൻറ്റ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് എ കോൾപിറ്റ്സ് ഓസിലേറ്റർ കമ്പയർഡ് ടു ഹാർട്ട്ലി ഓസിലേറ്റർ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം കോൾപിറ്റ്സ് എന്ന് പറയുന്നത് കപ്പാസിറ്ററാണ്, ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഇൻഡക്ടറാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കൺഫ്യൂഷൻ ആയപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് എ കോൾപിറ്റ്സ് ഓസിലേറ്റർ? കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററും മാറിപ്പോയത് കോൾപിറ്റ്സ് എന്താണോ അതിൻ്റെ അവിടെ എഴുതുക. എന്താണ് യൂസ്ഡ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ. അപ്പോൾ കോൾപിറ്റ്സിൻ്റെ പ്രത്യേകത എന്താണോ അത് അവിടെ എഴുതുക യൂസ്ഡ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ. ഓക്കെ, കോൾപിറ്റ്സ് യൂസ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ, ഹാർട്ട്ലി യൂസ് സ്പ്ലിറ്റ് ഇൻഡക്ടർ. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് കപ്പാസിറ്റർ C1 ആൻഡ് C2 ഇൻ ദ സർക്യൂട്ട്? ഈ രണ്ട് കപ്പാസിറ്റേഴ്സിൻ്റെ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, C1 ആൻഡ് C2ൻ്റെ പേരാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അതെന്താണ് ഒരു ബൈസ്റ്റേബിൾ നെറ്റ്വർക്ക് അല്ലെ, രണ്ട് ട്രിഗറിങ് വരുന്നുണ്ട്, ഒരു ബൈസ്റ്റേബിളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് പറഞ്ഞ പേരെന്താണ് കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റേഴ്സ്. നമ്മുടെ സ്വിച്ചിങ് ആക്ഷൻ സ്പീഡാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റേഴ്സാണെന്ന് നമ്മുടെ ബൈസ്റ്റേബിളിൽ വരുന്ന കപ്പാസിറ്റേഴ്സിന് പേര് നമ്മൾ പറയും. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ടു സ്പീഡ് അപ്പ് ദ സ്വിച്ചിങ് ആക്ഷൻ ഓക്കെ ഓഫ് ട്രാൻസിസ്റ്റർ. then helps to turn off ട്രാൻസിസ്റ്റേഴ്സ് റാപ്പിഡ്ലി. പെട്ടെന്ന് ആ ട്രാൻസിസ്റ്ററിനെ ടേൺ ഓഫ് ആവാൻ വേണ്ടി സഹായിക്കുന്ന കപ്പാസിറ്റേഴ്സാണ് കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, വിച്ച് സർക്യൂട്ട് ഡിറ്റർമൈൻഡ് ബൈ ദ ഫ്രീക്വൻസി ഓഫ് LC ടാങ്ക് സർക്യൂട്ട്? നമുക്കറിയാം LC ടാങ്ക് സർക്യൂട്ട് എന്താ ഓസിലേറ്റർ സെക്ഷനാണ് എന്ത് ചെയ്യുക അതിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, നെയിം ദ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടാണ് നമുക്കറിയാം. പിന്നെ അത് അസ്റ്റേബിൾ ആണോ അതിൻ്റെ സെക്ഷൻ നമുക്ക് സംശയം വരും. ഓക്കെ, നമുക്ക് നോക്കാം. ഇതെന്താണ് ഇതൊരു ബൈസ്റ്റേബിൾ സർക്യൂട്ടാണ് വരുന്നത്, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വരുന്നത്. അത് എന്തുകൊണ്ട് നമുക്ക് ചോദിച്ചാൽ നമുക്ക് ഇവിടെ നോക്കാം. അസ്റ്റേബിൾ ആകുമ്പോൾ അവിടെ എന്താ ട്രിഗറിങ് ഇൻപുട്ട് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നോക്കാം ഇവിടെ എത്ര ഉണ്ട്, 2 ട്രിഗറിങ് ഇൻപുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈസ്റ്റേബിൾ ആയത്. നമുക്ക് അസ്റ്റേബിൾ ആണെങ്കിൽ എന്താണ് അവിടെ നോ ട്രിഗറിങ് ഇൻപുട്ട്. പിന്നെ എന്താണ് സീരീസ് RC നെറ്റ്വർക്ക് 2 എണ്ണം കാണും, 2 സീരീസ് RC നെറ്റ്വർക്ക് കാണാൻ പറ്റും. പിന്നെ മോണോസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ എന്താണ് 1 ട്രിഗറിങ് ഇൻപുട്ട്, പിന്നെ എന്താണ് 1 സീരീസ് RC നെറ്റ്വർക്ക്. ഓക്കെ, പിന്നെ ബൈസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ 2 ട്രിഗറിങ് ഇൻപുട്ടും നോ സീരീസ് RC നെറ്റ്വർക്ക്. അപ്പോൾ അത്രയും ആ ഡിഫറൻസ് വെച്ച് മനസ്സിലാക്കാൻ നോക്കാം കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സർക്യൂട്ട് ഡയഗ്രാം? ഓക്കെ, നമുക്കിത് വരുന്നതെന്ന് വെച്ചാൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ സർക്യൂട്ടാണ് ഇത് വരുന്നത്. നമുക്ക് നോക്കാം 2 ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നത് ഒന്നിൻ്റെ ഔട്ട്പുട്ട് നേരെ പോകുന്ന അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്കാണ്. അപ്പോൾ ആ ഒരു അറേഞ്ച് വരുന്നത് നമ്മുടെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ സിമിലർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ചാർജ് അക്യുമുലേറ്റഡ് ബൈ ദ കപ്പാസിറ്റർ അറ്റ് ദ എൻഡ് ഓഫ് എ സെക്കൻഡ് ടൈം കോൺസ്റ്റൻറ്റ്? സെക്കൻഡ് ടൈം കോൺസ്റ്റൻറ്റ് കപ്പാസിറ്ററിൽ എത്ര ചാർജ് ഉണ്ടാവുമെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം 86.4%. അപ്പോൾ മാക്സിമം വാല്യൂവിൻ്റെ 86.4% ആയിരിക്കും അതിൽ സെക്കൻഡ് ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ടൈം കോൺസ്റ്റൻറ്റും എത്രയൊക്കെ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് ടൈം കോൺസ്റ്റൻറ്റും 63.2, സെക്കൻഡ് ടൈം കോൺസ്റ്റൻറ്റ് ആകുമ്പോൾ 86.5 ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ടൈം കോൺസ്റ്റൻറ്റ് ആകുമ്പോൾ 95, ഫോർത്ത് ആകുമ്പോൾ 98, ഫിഫ്ത്ത് ആകുമ്പോൾ എത്ര 99 അല്ലെങ്കിൽ ഏകദേശം 100% ലെവലിലേക്ക് 5 ടൈം കോൺസ്റ്റൻറ്റ് എത്തും. ഓക്കെ, അപ്പോൾ അതിൽ വേറൊരു കാര്യം ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ടൈം റിക്വയർ ടു ഫുള്ളി ചാർജ് കംപ്ലീറ്റ് ചാർജ് ആവാൻ വേണ്ടി വേണ്ട സമയം എത്രയാണ് 5 ടൈം കോൺസ്റ്റൻ്റ് ആണ് കംപ്ലീറ്റ് ചാർജ് ആവാൻ വേണ്ടി. ഓക്കെ, ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. പിന്നെ കപ്പാസിറ്റി ടൈം കോൺസ്റ്റൻറ്റ് T സമയം എത്ര R × C. ഓക്കെ,
വാട്ട് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു സസ്റ്റെയിൻ ദ ഓസിലേഷൻസ് ഓഫ് എ ഓസിലേറ്റർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ എന്താണ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട കണ്ടീഷൻ എന്താണ്? നമ്മൾ പ്രൊവൈഡ് റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, നമുക്കിവിടെ എന്താണ് റീജനറേറ്റീവ് ഫീഡ്ബാക്കാണ് നമുക്കിവിടെ സസ്റ്റെയിൻഡ് ഓസിലേഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ റീജനറേറ്റീവ് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഡീജനറേറ്റീവ് പറയുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്കറിയാം സസ്റ്റെയിൻഡ് ഓസിലേഷൻ നമുക്കിവിടെ വേണ്ടത് എന്താ വേണ്ടത്? സസ്റ്റെയിൻഡ് ഓസിലേഷൻ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണം, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരെന്താണ്? റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, ഡീജനറേറ്റീവ് പറയുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓർത്ത് വയ്ക്കാം. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സീരീസ് ഫെഡ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഓക്കെ, നമുക്കറിയാം ഹാർട്ട്ലി ഓസിലേറ്റർ പറയുമ്പോൾ എന്താണ്? അത് ഒരു സൈൻ വേവ് ഓസിലേറ്റർ. അപ്പോൾ നമുക്ക് ഒറ്റ തവണയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റും. എന്താണ് സൈൻ വേവ് ഓസിലേറ്റർ? വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സീരീസ് ഫെഡ് ഹാർട്ട്ലി ഓസിലേറ്റർ? എന്താണ് സൈൻ വേവ്. ഹാർട്ട്ലി ഓസിലേറ്റർ ഈസ് എ സിനുസോയിഡൽ ഓസിലേറ്റർ. ഓക്കെ, ഹൗ ടു ഇംപ്രൂവ് ദ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഓസിലേറ്റർ സർക്യൂട്ട്? നമുക്ക് നോക്കാം. ഇൻക്രീസ്ഡ് സപ്ലൈ ഫ്രീക്വൻസി ബൈ യൂസിങ് ക്വാർട്സ് ക്രിസ്റ്റൽ, യൂസ് L&C. ഓക്കെ, ഇംപ്രൂവ് പ്രോപ്പർട്ടി ഓഫ് സർക്യൂട്ട്. നമുക്ക് നോക്കാം അവിടെ ക്വാർട്സ് ക്രിസ്റ്റലാണെന്ന് നമുക്ക് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി നമുക്കറിയാം. ഹൈ സ്റ്റെബിലിറ്റി എന്താണ്? ക്രിസ്റ്റലിനാണ് ഹൈ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യൂസിങ് ക്വാർട്സ് ക്രിസ്റ്റൽ. ഓക്കെ, ഓസിലേറ്റർ വിത്ത് മോസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഈസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ക്വാർട്സ് ക്രിസ്റ്റൽ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി അവിടെ കൂട്ടാൻ വേണ്ടി കഴിയും. ഓക്കെ, അടുത്ത നോക്കാം. ഹൗ ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് ഫ്രീക്വൻസി ഡ്രിഫ്റ്റ് ഇൻ LC ഓസിലേറ്റർ? നമുക്ക് നോക്കാം. എന്താണ്? പ്രൊവൈഡ് apply opposite polarity, provide negative feedback using high quality coil and good quality capacitor. അപ്പോൾ ഹൈ ക്യൂ ഫാക്ടർ ഉള്ള കോയിലും പിന്നെ എന്താണ് ഗുഡ് ക്വാളിറ്റി കപ്പാസിറ്റേഴ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്കവിടെ സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൈ ക്യൂ മീൻസ് മിനിമം ഡിസ്റ്റോർഷൻ ആൻഡ് ഗുഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഈ ക്യൂ കൊണ്ട് അർത്ഥാക്കുന്നത്. ഓക്കെ, ഹൗ മെനി ടൈം കോൺസ്റ്റന്റ് പീരിയഡ് ഈസ് റിക്വയർഡ് ടു ഫുള്ളി ചാർജ് എ കപ്പാസിറ്റർ? എത്ര വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എത്രയാണ്? 5 ടൈം കോൺസ്റ്റന്റ് വേണം നമുക്കൊരു കപ്പാസിറ്റർ ഫുൾ ചാർജ് ആവാൻ. ഓക്കെ, വൈ LC tuned സർക്യൂട്ട്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ? ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. അവിടെ എന്താണ്? LC വാല്യൂസ് റിക്വയർ ഈസ് ടു ലാർജ്. അതിൻ്റെ ആൻസർ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? LC ട്യൂൺഡ് സർക്യൂട്ട് നമുക്ക് ഓഡിയോ ഫ്രീക്വൻസി പറയുമ്പോൾ എന്താണ്? അത് ലോ ഫ്രീക്വൻസിയാണ്. ലോ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഹൈ വാല്യൂ ഓഫ് L&C നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ റീസൺ വരും. ഓക്കെ.